ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ജേണി എന്ന് പറഞ്ഞത് കൊച്ചി വാട്ടർ മെട്രോ, അതായത് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ടു ഹൈക്കോർട്ട് ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴി. ഈ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? രണ്ട് സൈഡിലും ഷോപ്സുകളാൽ നിറഞ്ഞ ഒരു സ്ട്രീറ്റാണ് ഈ വേ എന്ന് പറയണത്. അപ്പോൾ അതിലേക്കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ സാധിക്കും. അതിൽ സ്പെഷ്യലായിട്ടുള്ള കാഴ്ചയാണ് ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ്. കൊച്ചിയിൽ നിങ്ങൾ എവിടെ വന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ് ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ്സും ഈ സ്ട്രീറ്റ് ഷോപ്സും. അതിൽ കൂടെ നമുക്ക് കടലും കാണാൻ സാധിക്കും. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ചലിക്കാം. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറി നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കാഴ്ചകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറി ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. അതായത് കുറച്ച് ചാർട്ട്സും കാര്യങ്ങളും ഉണ്ട്, ടൈമിങ്സ് എഴുതിയിട്ടുണ്ട്, റൂട്ട് മാപ്സ് ഉണ്ട്. കണ്ടോ, ഇതാണ് ഓരോ റൂട്ട് മാപ്സ്, എങ്ങോട്ടൊക്കെ പോകുന്നു, ഏതൊക്കെ ടൈമിങ്ങിൽ പോകുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് കാണാൻ സാധിക്കും. അതുപോലെ എൻക്വയറി കൗണ്ടറുണ്ട്. ഇതാണ് ടിക്കറ്റിംഗ് കൗണ്ടർ. 40 റുപ്പീസ് ഈച്ച് ആണ് ഓരോ ടിക്കറ്റിന് ഹൈക്കോർട്ടിലേക്ക്. ഇതാണ് നമ്മൾ സ്കാൻ ചെയ്ത് ഇറങ്ങുന്ന ഏരിയ. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 40 റുപ്പീസ് വിലമതിക്കുന്ന നമ്മുടെ ടിക്കറ്റാണ് ഇത്. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് കയറി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഇച്ചിരി അല്ല, കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. കണ്ടോ, എൻട്രൻസ് കയറുമ്പോൾ കാണാൻ സാധിക്കുന്നത് പല ലാംഗ്വേജസിൽ മൈ ഫോർട്ട് കൊച്ചി എന്ന് എഴുതിയിരിക്കുന്നതാണ്. അത് കാണാൻ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം ക്യൂ നിന്നിട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ് അടിപൊളി. കണ്ടോ, ചൈനീസ് ഫിഷിംഗ് നെറ്റ്സും ബോട്ടും സീയും. അതുപോലെ നിങ്ങൾ ദൂരെയുള്ള ആ കാഴ്ച നോക്കിയേ. കണ്ടോ, അതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. എന്തൊരു അടിപൊളി വ്യൂ ആണ് നോക്കിയേ ഇവിടെ നിന്ന് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്യൂ നിൽക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ കുറച്ചധികം നേരം നിന്നു കേട്ടോ. പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങി, അത് കഴിഞ്ഞിട്ടേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒത്തിരി നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി നടന്ന് ചലിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബോട്ട് കണ്ടു, ഇവിടുത്തെ വ്യൂസ് കണ്ടു. സ്പേഷ്യസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ബോട്ട് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തു. അടിപൊളിയാണ്. ബോട്ടിൻ്റെ ഉള്ളിലുള്ള വ്യൂവും അടിപൊളിയാണ്. ഇനി അങ്ങോട്ട് കാണാനിരിക്കുന്നതും അടിപൊളിയാണ്. സീറ്റിങ്സൊക്കെ നമ്മുടെ മെട്രോ ട്രെയിൻ പോലെ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നിങ്ങളവിടെ ഒരു ബേർഡിനെ കാണുന്നുണ്ടോ? ഞാനൊരു ബേർഡിനെ കണ്ടു. ആരെങ്കിലും കണ്ടെങ്കിൽ കമൻ്റ് അയക്കണേ. അങ്ങനെ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെട്രോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകും തോറും നമുക്ക് നല്ല വ്യൂസാണ് കാണാനുള്ളത്. ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ഒബ്വിയസ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ കാണാൻ പോകുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് കാണാൻ പറ്റും, ബോൾഗാട്ടി പാലസ് കാണാൻ പറ്റും, ഷിപ്മെൻറ്റ് നടക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇഷ്ടം പോലെ കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ മുന്നോട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ.
യാത്ര ചെയ്ത് നമ്മൾ ആ കാണുന്നതാണ് ഗോശ്രീ പാലം സുഹൃത്തുക്കളെ. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ലുലുവിൻ്റെ. അത് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മളിങ്ങനെ വ്യൂ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കാണാൻ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് ഗ്രാൻഡ് ഹയാത്തും സൈഡിൽ കാണുന്നത് ഗോശ്രീ പാലവുമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ബോൾഗാട്ടി പാലസും കാണാൻ പറ്റും. കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ ഗ്രാൻഡ് ഹയാത്ത്? അതിങ്ങനെ ബോട്ടിൽ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ വേറെ തന്നെ ഒരു വ്യൂ ആണ്, നല്ല വ്യൂ ആണ്. ഈ കാണുന്ന കുറേ ട്രീസ് കാണുന്നില്ലേ, അതാണ് ബോൾഗാട്ടി പാലസ്. ഒത്തിരി ഫിലിംസൊക്കെ എടുത്തിട്ടുണ്ട്, ദിലീപിൻ്റെ, മൈ ബോസ്, അതൊക്കെ അവിടെയാണ് എടുത്തിരിക്കുന്നത്. കാണാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ ട്രീസാണ് കേട്ടോ. ഈ ട്രീസ് ഭയങ്കര ഭംഗിയാണ്. അതിലൊരു ട്രീ താഴേക്ക് വന്നിരിക്കുന്നത് നോക്കിയേ, ഒരു ട്രീ ഇങ്ങനെ വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്നത് നോക്കിയേ, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. ഇനി അങ്ങോട്ട് വരുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരു ദുബായ് ഫീലൊക്കെ ഇല്ലേ, ചെറിയൊരു ദുബായ് ഫീലില്ലേ? കാരണം കംപ്ലീറ്റ് ബിൽഡിങ്സ് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന പോലെ തോന്നും, അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന ബിൽഡിങ്സ് പോലെയാണ് തോന്നുന്നത്. ഒപ്പം ബ്രിഡ്ജും കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് എറണാകുളം സൈഡാണത്. ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്, ഹൈക്കോർട്ട് ജംഗ്ഷൻ സൈഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്. അതാണ് നമുക്ക് ഈ എറണാകുളത്തിൻ്റെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മളിരുന്ന് കാണുന്ന വ്യൂസ് എന്തൊരു ഭംഗിയാന്ന് നോക്കി. നമ്മൾ അപ്പുറേ സൈഡ് കണ്ട വ്യൂ അല്ല ഈ സൈഡിൽ വരുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ സൈഡിലായിട്ടുള്ള ബിൽഡിങ്സും വാക്ക് വേയ്സൊക്കെയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഇഷ്ടംപോലെ വേറെ മെട്രോസും വേറെ ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ. കാണുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഒരുപാട് വ്യൂസ് നമ്മൾ അതിൻ്റെ ഇടയിൽ കണ്ടു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കണ്ടോ, ഒരു പ്രത്യേകതരം ബിൽഡിങ് നിൽക്കുന്ന നോക്കിയേ. അതൊക്കെ ഈ എറണാകുളം സൈഡിലുള്ള ഈ ഹൈക്കോർട്ടിലുള്ള ബിൽഡിങ്സും അപ്പാർട്ട്മെൻറ്റ്സും ആണേ. അങ്ങനെ നമ്മുടെ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുവാണ് സ്റ്റേഷനിലേക്ക്. നമുക്ക് പയ്യെ ഇറങ്ങാം, കാരണം നമുക്ക് എല്ലാ കാഴ്ചകളും ഒന്ന് കണ്ട് നമുക്ക് ഇറങ്ങാം. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കണ്ടോ, ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് ബോട്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനൊരു വേ ഉണ്ട് നമുക്ക് നടന്ന് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ, ഭയങ്കര ക്ലീനാണ് കേട്ടോ. എനിക്ക് ഫോർട്ട് കൊച്ചിയിനേക്കാളും ക്ലീനും ഭയങ്കര വൈഡായിട്ട് തോന്നിയതും ഹൈക്കോർട്ട് ജംഗ്ഷനിലെ മെട്രോ സ്റ്റേഷനാണ്, വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. പിന്നെ ഇന്ന് അധികം റഷൊന്നുമില്ല കേട്ടോ, വലിയ റഷൊന്നുമില്ല. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ റഷൊന്നുമില്ല. ഇവിടെ കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് തിങ്ക് ബ്ലൂ ഗോ ഗ്രീൻ, അടിപൊളി. ഇവിടെ എൻക്വയറി കൗണ്ടറുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്തു. ഇങ്ങനൊരു വ്യൂ ആണ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ് ഒരു വാക്ക് വേ ആണ്. എല്ലാവർക്കും നടക്കാനും ഇരിക്കാനുമായിട്ടുള്ള ബെഞ്ചസൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ വാക്ക് വേ കൂടി നടന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു അടിപൊളി കാഴ്ച കണ്ടു. നമ്മുടെ സൺ അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അടിപൊളിയല്ലേ? എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണല്ലേ, ഈ സീ സൈഡും സണ്ണും. അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഹൈക്കോർട്ട് ജംഗ്ഷൻ. നിങ്ങൾ കേട്ട് കാണും. ഇതാണ് ഹൈക്കോർട്ട് ജംഗ്ഷൻ. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് മാർക്കറ്റ് റോഡും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നമ്മൾ ക്രോസ് ചെയ്ത് മാർക്കറ്റ് റോഡിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് കാണുന്ന സ്പേസിലെ അതാണ് മെറൈൻ ഡ്രൈവ് ഗ്രൗണ്ട്. അവിടെയാണ് ഒരുപാട് കൺവെൻഷൻസും പല കാര്യങ്ങളും നടക്കാറുള്ളത്.
പല എക്സിബിഷൻസും നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നടക്കുവാണ് മാർക്കറ്റ് റോട്ടിലേക്ക്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ നേരെ പോകുമ്പോൾ കാണുന്നതാണ് സെയിൻറ്റ് മേരീസ് ബസിലിക്ക ചർച്ച്. ഭയങ്കര ഫേമസ് ആണ്, നല്ല ഭംഗിയുള്ള ചർച്ചാണ്. അപ്പം ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് നമ്മൾ മാർക്കറ്റ് റോഡിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് റോഡ് കാണാം. കണ്ടോ, ഇവിടെ ആർച്ച് ബിഷപ്പ് ഹൗസ് ഉണ്ട്. ഓപ്പോസിറ്റായിട്ട് കേരള പോലീസിൻ്റെ ഒരു ക്യാമ്പ് ഓഫീസുണ്ട്. നേരെ പോകുന്നതാണ് മാർക്കറ്റ് റോഡ്. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസാണ്. എന്നും റഷാണ്, ഒരു കുറവുമില്ല. ഒരു ദിവസം പോലും ഇവിടെ റഷില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. വീക്ക് ഡേയ്സ് ആയാലും വീക്കെൻഡ്സ് ആയാലും റഷുള്ള ഒരു മാർക്കറ്റ് ഏരിയ ആണ്. ഹോൾസെയിൽ അങ്ങനെ ആയിട്ട് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന സ്ഥലമാണ്. കണ്ടോ, നടക്കാൻ പോലും സ്ഥലമില്ല. കുറച്ച് നടക്കാനുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ നടക്കുന്നത്. സ്റ്റിൽ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, അത്രയും റഷാണ്. ഒത്തിരി ഷോപ്സ് ഉണ്ട്, രണ്ട് സൈഡുമായിട്ട് ഒത്തിരി ഷോപ്സ് ഉണ്ട്. കണ്ടോ, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടുന്ന ഷോപ്സാണ് എല്ലാം കിട്ടും. ഇതാണ് ഇവിടുത്തെ പുതിയ മാർക്കറ്റ് കോംപ്ലക്സ് ബിൽഡിംഗ്. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. പണ്ടൊക്കെ അതിവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്സായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ് ഇതുപോലെ. പക്ഷേ ഇപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഷോപ്സ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടുന്ന ഷോപ്സ് ഇഷ്ടം പോലെയുണ്ട്. എല്ലാ ഷോപ്പിനും ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഷോപ്സാണ് അത്. ഓരോരോ പേരിൻ്റെ അണ്ടറിൽ ഓരോ ഷോപ്സാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്പൈസസ്, വാട്ട് നോട്ട് എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ മാർക്കറ്റ് റോഡ് എറണാകുളം എന്ന് പറയുന്നത്. അതിപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം. സ്റ്റിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇത് കണ്ടോ, MSK ഫ്രൂട്ട്സ്, അതാണ് ആ ഷോപ്പിൻ്റെ പേര്. അതുപോലെ ഇഷ്ടം പോലെ ഷോപ്സ് ഇതിൻ്റെ ഉള്ളിൽ നടത്തി വരുന്നുണ്ട്. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ, വാഴയിലയാണ്. വാഴയിലയ്ക്ക് വരെ ഒരു ഷോപ്പ് ഇവിടെയുണ്ട്. അതായത് ഹോൾസെയിലായിട്ട് വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത് ഈ സ്ഥലങ്ങളിൽ നിന്നാണ്. കണ്ടോ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് വാങ്ങാനുള്ള രീതിയിലാണ്. KMA വെജിറ്റബിൾസ്, CMM, KHH, KKH അങ്ങനെ ഇഷ്ടം പോലെ ഷോപ്സ്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ.